പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ സെക്കര്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച വീട്ടിൽ സന്തോഷം അലയടിച്ചുകൊണ്ടിരിക്കുക. നാളുകളായി അവർക്ക് ദുഃഖമുണ്ടായിരുന്നു. ആ ദുഃഖമൊക്കെ മാറി എലിശാബെത്തുമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ എലിശാബെത്തും സെക്കര്യാവും കുടുംബമായി അങ്ങ് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ അതേ അധ്യായത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യാമറിയമിൻ്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ വിളിച്ചു പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആ കൃപ ഏറ്റെടുത്ത മറിയയുടെ വീട്ടിൽ സന്തോഷമല്ല പ്രിയപ്പെട്ടവരെ, ദുഃഖമാണ്, നിന്ദയ, അപമാനമാണ്, വേദനയാ, പരിഹാസമാണ്. കൃപ മറിയയുടെ ഉദരത്തിൽ വളരും തോറും മറിയം നിന്ദിക്കപ്പെട്ട അനുഭവമാണ്, വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. നോക്കണമേ, പ്രാർത്ഥനയുടെ ഉത്തരം സന്തോഷം തരുമ്പോൾ ദൈവകൃപ ലഭിച്ച പല പ്രിയപ്പെട്ടവരും ഇന്നും ഈ വേദനയിലൂടെ, നിന്ദയിലൂടെ, പരിഹാസത്തിലൂടെ പോകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, എന്നും നിന്ദിക്കപ്പെട്ട അനുഭവത്തിലൂടെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. 50 മാസം കഴിഞ്ഞപ്പോൾ ആ കൃപ ജഡം അവതാരമായി പുറത്തു വന്നു കഴിഞ്ഞു. 33.5 വർഷക്കാലം ഈ ഭൂപ്പരപ്പിൽ യേശു ദൈവപുത്രനായി മനുഷ്യനായി ജീവിച്ചു. ഇന്ന് അനേകരുടെ നിന്ന കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. മറിയം കർത്താവിൽ ബഹുമാനിയ മാതാവ് അന്ന് നിന്ന സഹിച്ച നിമിത്തമായിട്ട് ഇന്ന് മാലോകരുടെ, വിശ്വസിക്കുന്നവരുടെ നിന്ദകളെ കർത്താവ് മാറ്റുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ സന്തോഷം. ഒരുവനുമേൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടാൽ അവന് നിന്ദിക്കപ്പെട്ട അനുഭവം ഉണ്ടാകാം, ഭാരപ്പെട്ട അനുഭവം ഉണ്ടാകാം. ഭാരപ്പെടല്ലേ, നിരാശപ്പെടല്ലേ, ദൈവകൃപയിൽ ആശ്രയിക്കുക. കർത്താവ് വലിയവൻ, നിന്നയെ അവൻ ഭാരമാക്കേണ്ട. കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം. ആമേൻ.